ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വളരെ റാൻഡം ആയിട്ട് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഡ്രസ്സിംഗ് റൂമിലാണ് വീഡിയോ എടുക്കുന്നത്. കാരണം വീട് ഫുൾ ബഹളമാണ്. ചേച്ചി പിള്ളേർ എല്ലാവരും വന്നിട്ടുണ്ട്. സോ എല്ലാവരും ഭയങ്കര ബഹളമാണ്. ഇവിടെ മാത്രമേ കുറച്ച് സൈലൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. സോ അതാണ് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ച് എടുക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ഷോപ്പിൻ്റെ എല്ലാ മാസവും നമ്മളിങ്ങനെ ഒരു വീഡിയോ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിൻ്റെ. സോ അങ്ങനെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പനംപ്ലി നഗറിൽ വെച്ച് കൈ നോക്കുന്ന രണ്ടുപേരെ കണ്ടേ. പൊതുവെ നമുക്ക് ഒന്നിൽ അങ്ങനെ വിശ്വാസമായിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി നടക്കുന്ന ഒരാളൊന്നല്ല, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്. ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളും നാഡി ജ്യോത്സ്യനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സോ ഇറ്റ്സ് മോർ ഓഫ് ക്യൂരിയോസിറ്റി. എന്താണ് ഇവർ പറയുന്നതെന്നും എന്താണ് പറയുന്നതൊക്കെ. സോ ഈ കൈനോട്ടക്കാരൻ എൻ്റെ കൈ നോക്കാൻ എത്ര 200 രൂപ എങ്ങാണ്ടാണ് വാങ്ങിയത്. ലാസ്റ്റ് പുള്ളി 150 രൂപയ്ക്ക് നോക്കി തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. സോ ആദ്യമേ കുറച്ച് വോയിസും പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ പ്രിൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഷോപ്പിലെ മാനേജറാണ്. സോ പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആദ്യമേ കുറച്ച് വോയിസ് പ്ലേ ചെയ്യാം, അതിൻ്റെ റിയാക്ഷൻ. അത് കഴിഞ്ഞിട്ട് ജെഫ്രിൻ്റെയും കൂടെ നോക്കിയിട്ടുണ്ട്. അത് ഇവിടെയല്ല, നാഡി ജോൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാവേ. സോ ഞാൻ വോയിസ് പ്ലേ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വീഡിയോ പ്ലേ ചെയ്യാം. പ്ലേ ചെയ്തിട്ട് എൻ്റെ ഒരു എന്താ പറയുന്നത് ആള് പറഞ്ഞത് എൻ്റെ ലൈഫിൽ കറക്റ്റ് ആണോ അല്ലയോ എന്നും കൂടെ ഉള്ളത് ഞാൻ പറയാം. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരിക്കും ഹൗ യു പ്രെഡിക്റ്റഡ് ബൈ ഫ്യൂച്ചർ എന്നുള്ളത്. നോക്കട്ടെ. കണ്ടാൽ ഹീറോ ഉള്ളേ ജീറോ കാണോ. പൂത്ത പൈസ കൊണ്ടെന്ന് എല്ലാരും വിചാരിക്കും. 10 രൂപ ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഓട്ടക്കൈയാണ്. പൈസ എത്ര കിട്ടുന്നു അതുപോലെ തന്നെ പോകുന്നു. സത്യമാണ് കേട്ടാ. എനിക്ക് സേവിങ്സ് ഹാബിറ്റ് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഭയങ്കര മോശമാണ്. സോ ഓട്ടക്കയ്യ അത് പറഞ്ഞത് കറക്റ്റാണ്. കാരണം എനിക്ക് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ അറിയാലോ. പിന്നെ രണ്ടാമത് കണ്ട ഹീറോ ശരിക്കും സീറോ. അത് ആൾക്കാർ വിചാരിക്കും ഭയങ്കര പൈസ എന്തെങ്കിലും ഉണ്ടെന്ന്. ബട്ട് ശരിക്കും 10 പൈസ ഇല്ലാന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. അത് ശരിക്കും അത് സത്യമാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി അവർക്ക് ദാരിദ്ര്യം അതൊന്നുമല്ല. പക്ഷെ എനിക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിപ്പോൾ യൂട്യൂബിൽ നിന്നാണെങ്കിലും എനിക്ക് മെയിൻ ഇൻകം യൂട്യൂബ് തന്നെയാണ്. സോ അതിൽ നിന്ന് കിട്ടുന്ന പൈസ പ്ലസ് എൻ്റെ ബാക്കിയുള്ള ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നോ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും അതിനുള്ള റിട്ടേൺസും എല്ലാം കൂടെ എടുത്തിട്ടായിരിക്കും ഞാൻ വീണ്ടും യൂട്യൂബിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ട്രാവൽ വ്ളോഗ്സ് ചെയ്യുന്നത്. അപ്പോൾ കണ്ട ഭയങ്കരമായിട്ട് ഒരുപാട് ബാങ്ക് ബാലൻസ് ഉള്ള ഒരാൾ സ്പെൻഡ് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ നമ്മുടെ കയ്യിൽ ഉള്ളതും പ്ലസ് കുറച്ച് ചിലപ്പോൾ ഇതുപോലത്തെ ബാക്കിയുള്ള സേവിങ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ ചെറിയ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ബാക്കിയുള്ള നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദ ഫാക്ട്. അക്കൗണ്ടിൽ ആക്ച്വലി ബാലൻസ് എപ്പോഴും വളരെ കുറവായിരിക്കും. സോ അത് കറക്റ്റ് ആയിരുന്നു. എവിടെ പോയാലും എനിക്ക് എൻ്റെ ലൈഫിൽ ഉടുക്കാനും കഴിക്കാനും ഉള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അത് സത്യമാണ് കേട്ടോ. എൻ്റെ പാരൻസ് ആണെങ്കിലും എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും അവരുടെ ഒരു സ്ട്രഗിൾ ടൈമും ഈവൻ ഒരു പരിധിവരെ എൻ്റെ സിസ്റ്ററും വെൻ വേ ചൈൽഡ്ഹുഡ് ആയപ്പോൾ തൊട്ട് സ്ട്രഗിൾ ആണെങ്കിലും ദൈവം അനുഗ്രഹിച്ച് എനിക്ക് എപ്പോഴും ഇതുപോലെ ഫുഡിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പട്ടിണി കിടക്കണ്ടോ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നിട്ടില്ല. നമ്മൾ എത്ര ഒരു ഫിനാൻഷ്യലി താഴെ പോയിട്ടുണ്ടെങ്കിലും. സോ ദാറ്റ് ഓൾസോ വാസ് വെരി റിലേറ്റബിൾ ടു മീ. ഇതിൽ പറയുന്നത് ആർക്കും കടം കൊടുക്കാൻ പാടില്ല, കടം കൊടുത്ത് കിട്ടില്ല എന്നും. അതെൻ്റെ ലൈഫിൽ എൻ്റെ ഫാദറിനുള്ള ഒരു ഏറ്റവും വലിയൊരു നെഗറ്റീവ് ക്വാളിറ്റി ആയിരുന്നു. കുടുംബക്കാർക്ക് വേണ്ടിയാണെങ്കിലും സ്ട്രേഞ്ചേഴ്സിന് വേണ്ടിയാണെങ്കിലും ഫ്രണ്ട്സിന് വേണ്ടിയാണെങ്കിലും ഒരുപാട് പൈസ കൊടുത്തു. അത് എനിക്കൊന്ന് ഒരുവിധം കുറേ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അമ്മമാർ പൊതുവെ ഒരു സ്ട്രിക്റ്റ് കൺട്രോൾ ഉണ്ട്. പക്ഷെ ഫാദർമാർ അങ്ങനെ ചെയ്യും. കിട്ടിയിട്ടില്ല കേട്ടോ. എൻ്റെ ഫാദർ മരിച്ചിട്ട് പോലും ഈ കൊടുത്തവർ വന്നിട്ടില്ല. അത് ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അതുപോലെ. എനിക്ക് ഭാഗ്യത്തിന് എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല. പക്ഷെ അവർ തരും. അങ്ങനത്തെ ഒരു മൈൻഡാണ്. പിന്നെ സെക്കൻഡ്ലി എനിക്ക് ആ കൂടെ പറ്റിയത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏറ്റവും എൻ്റെ കരിയറിൽ എൻ്റെ ലൈഫിൽ ഫിനാൻഷ്യലി ലോ ആയിരിക്കുന്ന ടൈമിൽ ഞാൻ ഒരാൾക്ക് കടമല്ല ഒരു ഷട്ടിൽ കോട്ട് പണിയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ എന്നെ കൺവിൻസ് ചെയ്ത് വാങ്ങിയാണ്. ഒരു തൃശ്ശൂർക്കാരനാണ്. കൺവിൻസ് ചെയ്ത് എന്തായാലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ ഫാമിലിയിലൊക്കെ ഒരു ഇതായിരുന്നു ആളുടെ ഞാൻ ഒരു വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. എൻ്റെ ലൈഫിലുള്ള ഏറ്റവും ലോ പോയിന്റ് ആക്ച്വലി ആ ടൈമിലാണ്
ഒരിക്കലും പറയാൻ എനിക്ക് ഇഷ്ടമല്ല പബ്ലിക്കിൽ, പക്ഷേ ദാറ്റ്സ് ദ ഒൺലി മൂമെന്റ് ഐ തോട്ട് അബൌട്ട് എൻഡിങ് മൈ ലൈഫ്. അത്രയും വേഴ്സ് ഫേസിലുള്ള ഒരു ടൈം ആയിരുന്നത്. ആൻഡ് അയാൾ മാത്രമാണ് എൻ്റെ ലൈഫിൽ പൈസ കൊടുത്തിട്ട് പറ്റിച്ചിരിക്കുക. അത് എൻ്റെ പൈസ പോലും അല്ലായിരുന്നു, പ്രിയയുടെ കുറച്ച് ഗോൾഡൊക്കെ ലോൺ വെച്ച് കൊടുത്തായിരുന്നു. സോ യാ, ആഫ്റ്റർ ദാറ്റ് ഐ ഡിസൈഡഡ് ഞാൻ ആർക്കും ഒരിക്കലും പൈസ കൊടുക്കില്ല എന്നുള്ളത്. ഇതുവരെ ഒരാൾക്ക് ദ്രോഹം, പാവം, ചതി ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല. നേരെ പോയി നേരെ വാ. സിനിമ ഫീൽഡിൽ പിന്നെ ഓബ്വിയസ്ലി എനിക്കത് എവിടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ധൈര്യത്തോടെ പറയാം, നമ്മൾ ആർക്കും എതിരെ ഒരിക്കലും ഒരു എന്താ പറയുന്നത് ഒരു ദ്രോഹം ഡെഫിനറ്റ്ലി ചെയ്തിട്ടില്ല. 10 പൈസ അഹങ്കാരത്തോടെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, 10 പൈസ ഒരാൾക്കും കൊടുക്കാനില്ല. എനിക്ക് ഒരാൾക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് നമ്മുടെ മെയിൻ എൻ്റെ ചാനലായിട്ട് എൻ്റെ എല്ലാ യൂട്യൂബ് ചാനലും വരെ ക്ലോസ് ചെയ്യാൻ റെഡിയാണ്. ഒറ്റ ഒരു രൂപ ഒരാൾക്ക് ഞാൻ കടമായിട്ട് കൊടുക്കാനില്ല. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ, പക്ഷേ ഇല്ല. ഒബ്വിയസ്ലി ബാങ്ക് ലോണൊക്കെ ഉണ്ട്, നമ്മുടെ കമ്പനി ഷോപ്പിന് വേണ്ടിയുള്ള ബാങ്ക് ലോണും കാർ ലോണും അതൊക്കെ ഉണ്ട്. ദൈവം അനുഗ്രഹിച്ച് അതൊക്കെ കറക്റ്റ് അടഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഒരാൾക്ക് പോലും ഒരു രൂപ ഞാൻ ചതിച്ചിട്ടുമില്ല. ഒരു രൂപ പോലും 1 റുപ്പി പോലും ഒരാൾക്ക് കൊടുക്കാനില്ല. സോ ദാറ്റ് ഈസ് ദാറ്റ്. ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. അത് മരിക്കുന്നവർ അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഇനി അടുത്ത സിനിമ ഫീൽഡിനെ കുറിച്ച് പറയാണ്. എങ്ങനെ അറിഞ്ഞു പുള്ളി ഞാൻ സിനിമ ഫീൽഡാന്നാവോ? ആയിരുന്നു കേട്ടോ, ഇപ്പോഴല്ല. ഈ ബുദ്ധി ഒരു 5 കൊല്ലം മുന്നിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എത്ര സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. അതും സത്യം. നിങ്ങൾ പലർക്കും ഉപദേശം പറഞ്ഞു കൊടുക്കും. സിനിമ ഫീൽഡില് 5 വർഷം മുമ്പ് ഇപ്പൊ കാണിക്കുന്ന ബുദ്ധിയൊക്കെ കാണിച്ചത് ചിലപ്പോൾ മേ ബി ഒരു ഇപ്പൊ ബിസിനസ്സിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ, യൂട്യൂബിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ, അത് കാണിച്ചെങ്കിൽ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്, അല്ലെങ്കിൽ ഞാൻ ഒട്ടും എൻജോയ് ചെയ്യാത്തത് സോഷ്യലൈസിങ് ആണ്. സിനിമ ഫീൽഡിൽ നെറ്റ്വർക്കിങ്ങും സോഷ്യലൈസിങ്ങും ഇല്ലെങ്കിൽ യു കനോട്ട് സർവൈവ്. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഏകദേശം ഒരു 10 വർഷത്തിന് വേണ്ടി നടന്നതാണ്. ഒരു 7-8 പടം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു കുറേ സോഷ്യലൈസ് ചെയ്യാൻ. പക്ഷേ സോഷ്യലൈസ് ചെയ്യണമെങ്കിൽ ഓബ്വിയസ്ലി യു ഹാവ് ടു ഡ്രിങ്ക് ആൻഡ് ഒരു നെറ്റ്വർക്കിംഗ് പോലെ വേണം. ബട്ട് എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമായിരുന്നു. ജാടെ അതൊന്നും അല്ല, പക്ഷേ ഐ ജസ്റ്റ് ഫെൽ സോ അൺകംഫർട്ടബിൾ. നമ്മൾ മറ്റേ ഈ CCLൻ്റെയും അതിനൊക്കെ പ്രീ പാർട്ടിയും അങ്ങനത്തെ ഒക്കെ സംഭവം ഉണ്ടായിരുന്നു. സിനിമ ഒരു ഷൂട്ടിംഗ് ഇപ്പോൾ 7th ടൈമിൽ അല്ലെങ്കിൽ എല്ലാവരും കൂടെ കൂടുന്നിട്ട്. പക്ഷെ എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമായിരുന്നു, അൺഫോർച്ചുനേറ്റ്ലി കേട്ടോ. അത് ശരിക്കും ചെയ്യണം, അത് ആക്ച്വലി ഒരു നല്ല കാര്യമാണ് സോഷ്യലൈസിങ്. പക്ഷേ ഐ ജസ്റ്റ് ഫെൽറ്റ് സോ ഔട്ട് ഓഫ് പ്ലേസ് ആൻഡ് സോ അൺകംഫർട്ടബിൾ ഐ ഫെൽറ്റ്. ആൻഡ് അതൊരു മേജർ ഡൗൺഫോൾ ആണ്. പിന്നെ ഒബ്വിയസ്ലി ബാക്കിയുള്ള ലക്കും ടാലൻറ്റും എല്ലാം എൻ്റെ കാണുകയാണെങ്കിലും എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഞാൻ കുറച്ചും കൂടെ സോഷ്യലൈസിങ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നെങ്കിൽ, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് ബീൻ മോർ അറ്റ്ലീസ്റ്റ് ഭയങ്കര സക്സസ്ഫുൾ ആണോ അല്ലയോ നല്ല ഐ വുഡ് ഹാവ് ഗോട്ട് അറ്റ്ലീസ്റ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ മൂവി എന്നാണ് തോന്നുന്നത്. പിന്നെ ഞാനിപ്പോൾ ഈ എമ്പുരാൻ്റെ വീഡിയോ കിട്ടപ്പോൾ പൃഥ്വിരാജിൻ്റെ ഫാമിലി അതാന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി obviously I am proud to say that ഞങ്ങൾക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പോ അതൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ടു ബി ഓണസ്റ്റ് ഞാൻ പൃഥ്വിരാജിനെ കൂടെ ഐ ഡോണ്ട് ഈവൻ ഹാവ് ഹിസ് നമ്പർ. എനിക്ക് നമ്പർ പോലും ഇല്ല. ഞാൻ എനിക്കൊന്നും എൻ്റെ ലൈഫിൽ ഒരു 3 തവണയോ മാരേജിനും പിന്നെ എനിക്കൊന്ന് മുംബൈ പോലീസ് ഷൂട്ടിങ്ങിലും പിന്നെ ഒരു തവണ മല്ലിക ആൻറ്റിയുടെ സ്പൈസ് ട്രീയുടെ ദോഹയിൽ എന്തോ ഒരു ഫംഗ്ഷനും വെച്ച് മാത്രമേ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളൂ. ഐ ഡോണ്ട് നോ വെദർ ഈവൻ ഹി വിൽ റെക്കഗ്നൈസ് മീ. സോ അങ്ങനെ ഒരു ഫാമിലിയാന്ന് പറഞ്ഞ് ഫ്ലോണ്ട് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അത് ഐ മീൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഒരു ഫേമസ് സെലിബ്രിറ്റി. പക്ഷേ ഐ ഹാവ് ആക്ച്വലി നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്റ്റാർ എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്കും അറിയുള്ളൂ. സോ ആ ഒരു തെറ്റിദ്ധാരണ ആൾക്കാർക്ക് മാറ്റമുണ്ട്. കാരണം എമ്പുരാനെ കുറിച്ച് ഇൻസൈഡ് ന്യൂസ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ ഫാമിലി കാര്യങ്ങളും കാർ കളക്ഷൻസും അങ്ങനെ കുറെ കാര്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. ഐ ഹാവ് നിങ്ങളെപ്പോലെ തന്നെ മാത്രമേ എനിക്കും അത് പൃഥ്വിരാജിനെ അറിയത്തുള്ളൂ. സോ ഇന്ദ്രേട്ടൻ ഇസ് ഓബ്വിയസ്ലി ലൈക്ക് മൈ ഫാമിലി, മൈ ബ്രദർ. രാത്രി 2 മണി വേണമെങ്കിൽ എനിക്ക് കയറി ചെല്ലാവുന്ന ഒരു സ്ഥലമാണ് ഇന്ദ്രേട്ടൻ്റെ അനുവിൻ്റെ പൂർണ്ണിമയൊക്കെ ഫാമിലി. പക്ഷേ പൃഥ്വിരാജിനെ പോലെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും അറിയാവുന്ന അത്രയും പോലും ചിലപ്പോൾ എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഈവൻ വെദർ ഹി റെക്കഗ്നൈസസ് മീ ഓർ അറ്റ്ലീസ്റ്റ് നോ മൈ നെയിം. സോ ദാറ്റ് ഈസ് ദാറ്റ്. അതുകൊണ്ട് ആരും അങ്ങനത്തെ കാര്യങ്ങൾ എന്നോടൊന്നും പറയരുത്, ചോദിക്കരുത്. ഐ ഹാവ് നോ ഐഡിയ. പിന്നെന്താ അടുത്തത്? നേരുവഴി കാണിച്ചെടുക്കും, അവസാനം നിങ്ങൾ വെടി കൊടുത്ത് അടിവാം. പിന്നെ ഫ്രണ്ട്സിന് ഞാൻ അഡ്വൈസ് കൊടുക്കും, പക്ഷെ ഞാൻ പണി വാങ്ങുന്നു. അതും എനിക്ക് ഇതുവരെ കിട്ടിയതായിട്ട് തോന്നിയിട്ടില്ല. കുറച്ച് പേരും നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ഇങ്ങനെ ബിസിനസ് കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് എനിക്കത് എതിരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ എതിരെ ബാക്കിൽ കൂടെ വന്നിട്ടുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഐ നെവർ ഗൈഡഡ് എനിവൺ ഇൻ ദ റോങ് വേ. അങ്ങനെ എനിക്ക് തോന്നുള്ളൂ. ഒന്നില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും, അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. സോ ദാറ്റ് ഈസ് ദാറ്റ്. 85 വയസ്സ് വരെ ആയുസുണ്ട്. അതിലൊരു മരണം തടസ്സം വരില്ല. ഇതിന് മുന്നിൽ താഴെ വീണ് എല്ലൊക്കെ മുറിയേണ്ട സമയം കഴിഞ്ഞു പോയി.
വിരല് മുറിഞ്ഞു പോകും. താളെ വീന്ന് എല്ലൊക്കെ പൊട്ടുന്ന സമയം കഴിഞ്ഞു. ഇനിയിപ്പോ പൊട്ടില്ല. ഇല്ല, ഇനി ധൈര്യമായിട്ട് പോകാം. 85 വയസ്സ് വരെ ദൈവാനുഗ്രഹം നിങ്ങൾക്ക്. 85 വരെ ആയുസ് ഉണ്ടെന്ന്. ആയുസ്സുകാരിയിൽ ആരോഗ്യം വേണമല്ലോ, ദാറ്റ് ഇസ് ദ മെയിൻ തിങ്. പിന്നെ എപ്പോഴൊക്കെയോ താഴെ വീണ് എല്ലൊക്കെ പൊട്ടേണ്ട ഒരു സമയമൊക്കെ കഴിഞ്ഞു അത്. അപ്പൊ ഇനി പൊട്ടില്ലൊക്കെ അതൊക്കെയാണ് പറയട്ടെ. ടച്ച് വുഡ്, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. അമ്പലത്തിൽ പള്ളിയിൽ പോകണമെങ്കിൽ ഒട്ടുമില്ല. പിന്നെന്താ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നത്? നിങ്ങൾ വേണ്ട വെച്ചാലും പഠിപ്പ് നിങ്ങൾ വേണ്ട വെച്ചിട്ടില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയർ ആകേണ്ട ആളാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഫീൽഡിൽ നിങ്ങൾ എത്തിപ്പെടും. അപ്പോൾ എഞ്ചിനീയർ ആവേണ്ട ആളാണ്, ഐ ഡോണ്ട് നോ. പക്ഷെ പഠിത്തം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലെങ്കിലും എങ്ങനെയോ പഠിച്ച് ഒരു MBA ഗ്രാജുവേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് പ്രയോജനം ഉണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ബിസിനസ്സും അല്ലെങ്കിൽ ഒരു ചാനലും അല്ലെങ്കിൽ ഒരു ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോഴും അങ്ങനത്തെ ലെവലിലുള്ള ഹെൽപ്പിംഗ് എനിക്ക് എഡ്യൂക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഒരു ജോബ് ഫൈൻഡിങ് അല്ലെങ്കിലും ഡെഫിനറ്റ്ലി എഡ്യൂക്കേഷൻ ഹാസ് ഹെൽപ്പ് മീ അലോട്ട്. പിന്നെ എന്താ അടുത്ത് പറയുന്നത്, ഈ ഫീൽഡിൽ എത്തിപ്പെടുന്നു വിട്ടും പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു. സ്വപ്നം കൂടി വിചാരിച്ചിട്ടില്ല, പ്രതീക്ഷിക്കാതെ വന്നതാണ്. ഇത് നിങ്ങൾക്ക് ഏപ്രിൽ 1 മുതൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നുണ്ടോ ആ കാര്യം കംപ്ലീറ്റ് നടക്കും. പറയുന്നത് ഈ ഫീൽഡ് ഒട്ടും ആരെങ്കിലും യൂട്യൂബർ ആവുന്ന പ്രതീക്ഷിക്കുകയാണ് ഒരു 10-15 years ബാക്ക്. സോ ഓബ്വിയസ്ലി പ്രതീക്ഷിക്കാതെ വന്നാണ്. ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി ഇൻ എന്റർടൈൻമെന്റ് ഫീൽഡ്. ഭാഗ്യത്തിന് എന്റർടൈൻമെന്റ് ഫീൽഡിൽ തന്നെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റി. ഹോപ്പ്ഫുള്ളി ഇറ്റ് ബി എ ലോങ് കരിയർ. പിന്നെ പുള്ളി പറയുന്നത് എന്തായിരുന്നു പറഞ്ഞത്, ഏപ്രിൽ 1 തൊട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു, വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങൾ പുതിയൊരു ബിസിനസ്സിൻ്റെ ഈ ഒരു ഹാപ്പി സ്റ്റോറിൻ്റെ എക്സ്പാൻഷൻ്റെ ഉള്ള രീതിയിൽ, എക്സ്പാൻഷൻ അല്ല, പുതിയ പ്രൊഡക്ട്സ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചൈനയിലേക്ക് പോവാണ്. ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ വർക്ക് ഔട്ട് ആൻഡ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ നല്ല സാധനങ്ങൾ നല്ല റേറ്റിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ് ഇസ് ദാറ്റ്. പിന്നെ കല്യാണത്തിനെ കുറിച്ച് പെണ്ണെ നിങ്ങൾ കെട്ടേണ്ട സമയം എപ്പോഴും മിസ്സായിരിക്കാം. ഏതോ ആഗ്രഹിച്ച പെണ്ണെ ലവ് ചെയ്ത് കല്യാണം കഴിക്കുന്ന സമയം മിസ്സായിരിക്കാം. ഇത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഉള്ള ജീവിതം തന്നെ ഉള്ളത് കൊണ്ട് ഓണം കഴിച്ച് പോകണം. എല്ലാ ദിവസവും ഉള്ളതുപോലെ ഓണം. അല്ല, ഭാര്യന്റെ വാക്ക് കേട്ടാൽ നിങ്ങൾ രക്ഷപ്പെടും. അത് കട്ടി മഹാലി. ഓക്കെ, സോ പറയുന്നത് ഒരു കല്യാണം ഉള്ളൂന്ന്. അത് കേട്ടോടെ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിപ്പോയി. പുള്ളിയെ പറഞ്ഞായിരുന്നെങ്കിൽ ഒരു 2-3 കല്യാണം കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പൊളിയായത്. പിന്നെ ഫസ്റ്റ് ലവിനെ കെട്ടാനുള്ള ചാൻസ് പോയി. ഓബ്വിയസ്ലി ഐ ഹാഡ് എ റിലേഷൻഷിപ്പ് ഇൻ കോളേജ് ആൻഡ് അത് ബ്രോക്കപ്പ്. ആൻഡ് അപ്പം അതും പുള്ളിക്ക് അറിയാം. ഇത് എങ്ങനെ, ഇതൊക്കെ ചിലപ്പോൾ ഗസ്സായിരിക്കും, എന്നെ കണ്ടിട്ടുള്ള ഒരു കയ്യിലിരിപ്പ് പോലെ വല്ലതും തോന്നിയതായിരിക്കും. പക്ഷെ കണ്ടങ്ങനെ തോന്നാൻ സാധ്യത കുറവാണ്. പിന്നെ ഇത് പ്രിയ കേൾക്കുമ്പോൾ പ്രിയ എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയും. ഭാര്യയുടെ വാക്ക് കേട്ടാൽ നിങ്ങൾക്ക് നല്ല വഴി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ എന്തായിരുന്നു പിന്നെ മഹാലക്ഷ്മിയാണ്. രണ്ട് കുട്ടികളുടെ യോഗമുണ്ട്. 2 കുട്ടികള്. അതിൽ കുഴപ്പമില്ല. മുന്നൊന്നും കൂടി അടുത്താകും. കൂടെ ആവും. ആ ഭാഗ്യമുണ്ട്. കോടതി കയറേണ്ട സമയങ്ങൾ കഴിഞ്ഞു പോയി. കോടതി കയറില്ല. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഏപ്രിൽ 1 മുതൽ നിങ്ങൾ ആലോചിച്ചിരിക്കുന്ന സ്വപ്നമുണ്ടില്ലേ, അതൊക്കെ പാസ്സായി പോകും. ഒരു കല്യാണം കൂടെ നടക്കുമോ? കല്യാണം നടക്കാൻ ചാൻസ് ഇല്ല. അല്ല, ഒന്നിന്റെ യോഗം കഴിഞ്ഞു. പുള്ളി പറഞ്ഞല്ലോ ഏപ്രിൽ 1 തൊട്ട് എന്താഗ്രഹിച്ചാലും നടക്കുന്നു. അപ്പം ചോദിച്ചതാ ഒരു കല്യാണം കൂടെ നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന്. അത് നടക്കില്ല എന്ന്. പ്രിയ ആയിട്ട് സ്റ്റക്ക് ഫോർ എവർ ആണ്.
അതാണ് ഇതിനൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല. സ്വന്തം അച്ഛൻ നമ്മുടെ അനുഗ്രഹം എപ്പോഴുണ്ട്. സ്വന്തക്കാർ ബന്ധക്കാർ കൊണ്ട് ഇതുവരെ ജീവിച്ചിട്ടില്ല. അപ്പയുടെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. 100% ഐ ബിലീവ് ദാറ്റ് ഏറ്റവും വലുത് പാരൻസിൻ്റെ ബ്ലെസ്സിങ് ആണ്, മോർ ദാൻ ദ പവർ ഓഫ് ദ ഗോഡ് ഓർ സംതിങ്. ആൻഡ് അത് എനിക്ക് കാണുമെന്ന് വിചാരിക്കുന്നു, ബിക്കോസ് ഐ നെവർ ഗോൺ ഇൻ എ റോങ് വേ. ആൻഡ് എന്തെങ്കിലുമൊക്കെ ഒരു വഴി ക്ലോസ് ചെയ്യുമ്പോൾ ഒരു വഴി ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് എൻ്റെ ബ്രില്യൻസോ അല്ലെങ്കിൽ എൻ്റെ പ്ലാനിങ്ങോ എൻ്റെ കഴിവൊന്നും അല്ല. അത് ഈ കർമ്മ, എൻ്റെ പാരൻസ് ചെയ്ത തിങ്സിൻ്റെ കർമ്മയും ബ്ലെസ്സിങ്ങോ എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഒരു റിലേറ്റീവ്, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും എൻ്റെ ഒരു റിലേറ്റീവിൻ്റെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയോ അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ഭാഗ്യത്തിന് ഇതുവരെ ജീവിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ആൻഡ് ഞാൻ എൻ്റെ സിസ്റ്ററും പിന്നെ ഇപ്പോൾ പ്രിയയുടെ ഇന്ദ്രേട്ടനും അല്ലാതെ എനിക്ക് തോന്നുന്നു ഒരു റിലേഷൻഷിപ്പും എൻ്റെ വേറെ ഒരു രീതിയിലുള്ള ഒരു കസിൻസ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. ഐ ആം ടോട്ടലി ഡിസ്കണക്റ്റഡ് വിത്ത് ഓൾ ഓഫ് ദം. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ. സ്വന്തം അധ്വാനം. നിങ്ങളുടെ കയ്യിൽ കടം മാത്രം ആർക്ക് കൊടുക്കണ്ട, ജാമ്യം നിന്നാൽ പെടും. ജാമ്യം നിന്നാൽ ഞാൻ ജയിലിൽ പോകും. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സുകളെ നിങ്ങളുടെ കൂടെ തന്നെ മരിക്കുന്നവരെ ഗുണം ചെയ്യും, ദോഷം ചെയ്യില്ല. ഫ്രണ്ട്സ്, ഇപ്പൊ ഉള്ള ഫ്രണ്ട്സ് ഇവരെ കണ്ടില്ലേ, എവിടെ പോയാലും നിങ്ങളുടെ കൂടെ തന്നെ വരും. നല്ല കാര്യമാണ്, വേറെ എന്ത് വേണം. ഇത് കൂടെ കേട്ടപ്പോൾ സമാധാനം. ഉള്ള ഫ്രണ്ട്സ്, ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സ് ലൈഫ് ലോങ് ആണ്, ഒരിക്കലും ദോഷം ചെയ്യില്ല, ഗുണം മാത്രമേ ചെയ്യുള്ളൂ. എവിടെ പോയാലും എല്ലാത്തിൻ്റെയും കൂടെ അവരും കൂടെ കാണുന്നത്. ഇത് കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഐ ഹാവ് ഓൺലി ഞാൻ പറഞ്ഞില്ല, സോഷ്യലൈസ് ചെയ്യാൻ ഭയങ്കര മോശമാണ്, വളരെ മോശമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരാളാണ്. എന്നെ അറിയാവുന്നവർക്ക് അറിയാം, മാക്സിമം ഒളിച്ചു മാറുന്നതാണ്. ഞങ്ങൾ ഇത്രയും യൂട്യൂബിൽ ഇപ്പോൾ ഫംഗ്ഷൻസും ഒരു ഇനോഗ്രേഷൻസും അതും ഇതും എന്നൊക്കെ കാണുമ്പോൾ ഒരിക്കലും ഞങ്ങൾ കാണില്ല, അൺലെസ് ഇല്ല, ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയും ഞങ്ങൾ മാറി നിൽക്കുന്നതാണ്. ബിക്കോസ് അതൊക്കെ വേണം ഇനിയും വളരാനായിട്ട്, കൊളാബറേഷൻസും ചെയ്യണം, അത് ചെയ്യണം. ബട്ട് ഐ ഫീൽ ജസ്റ്റ് സോ ഓക്വേർഡ് ആൻഡ് അൺകംഫർട്ടബിൾ. സോ അത് ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഉള്ള ഫ്രണ്ട്സ്, അതിപ്പം അറിയാം, അന്തും ജഫ്രിനും അറിയാം. പക്ഷെ അതല്ലാതെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് എൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ, ഞങ്ങളുടെ വ്ളോഗ് കണ്ട് ഞങ്ങളെ മെസ്സേജ് ചെയ്ത് കിട്ടിയ ഫ്രണ്ട്സ് എനിക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ മരിക്കുന്നവർ അറ്റ്ലീസ്റ്റ് ആ ഫ്രണ്ട്ഷിപ്പ് ആണ്. അതിപ്പോൾ ജോജിനാണെങ്കിലും ലിബിന്, ലയന, സിംഗപ്പൂരിലെ ലയനയാണെങ്കിലും, അതുപോലെ തന്നെ കൃഷ്ണ, പിന്നെ നമ്മുടെ ഡോക്ടർ കപ്പിളുണ്ട് റഷ്യയുടെ, ഇവരൊന്നായിട്ട് ഞാൻ റെഗുലർ ടച്ച് പോലും ഇല്ലെങ്കിലും എപ്പോൾ മെസ്സേജ് ചെയ്താലും നമ്മളൊരു ഇന്നലെ കണ്ട് സംസാരിച്ച പോലെയാണ്. ഒരുപാട് പേരുണ്ട്, ഞാൻ അങ്ങനെ ഇപ്പോൾ പേര് ചിലപ്പോൾ മിസ് ചെയ്ത് കാണുമ്പോൾ അങ്ങനത്തെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ക്ലോസ് ആയിട്ട്, നമ്മളെ ഈ യൂട്യൂബ് കൊണ്ട് കിട്ടിയവർ. ഐ തിങ്ക് സോ ദേ വിൽ ബി ദെയർ ഫോർ എവർ. നമ്മുടെ മാത്യു, പോർച്ചുഗലിൽ നിന്നുള്ള മാത്യു, ഷാരൻ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഷോപ്പിലെ സ്റ്റാഫ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ചു പോകാനുള്ള ഒരാൾ കിട്ടുന്നത് തന്നെ വളരെ ഒരു കാര്യമാണ്. സോ പ്രിൻസ് ആണെങ്കിലും നമ്മുടെ ഷോപ്പിലെ സ്റ്റാഫ് ആണെങ്കിലും, പ്രിൻസ് ആക്ച്വലി സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു റോങ് വേർഡാണ്. ഈസ് ലൈക്ക് എ ബ്രദർ ടു അസ്. സോ ഐ തിങ്ക് സോ വി ആർ ബ്ലെസ്ഡ് ഇൻ ദാറ്റ് ആസ്പെക്ട്. വിജി ചേട്ടനുണ്ട്, പോർച്ചുഗീസ്, അങ്ങനെ കുറച്ച് പേരുണ്ട്. കിട്ടിയ എല്ലാവരും, പരിചയപ്പെട്ട എല്ലാവരും ലൈക്ക് ഫാമിലി ആയിട്ടാണ് ഞങ്ങളെ കരുതുന്നത്. ഞങ്ങളും അവരെ അതുപോലെ തന്നെയാണ് കരുതുന്നത്. ഒന്നും ഉപദ്രവം ചെയ്യില്ല, വിശ്വസിച്ച് പോവുക. എന്ത് കാര്യം ധൃതി പെടണ്ട. ധൃതി കൂടുതൽ. 1-ാം തീയതി കഴിഞ്ഞാൽ എല്ലാം നടക്കും. ഏപ്രിൽ 1-ാം തീയതി അടുത്ത മാസം 5 ദിവസം കഴിഞ്ഞാൽ മതി. ഓക്കെ, സോ ഇതായിരുന്നു പറഞ്ഞത്. ഏപ്രിൽ 1-ാം തീയതി വരെ ചെയ്യുക. ലൈഫിലെ വെപ്രാളം കുറയ്ക്കുക. എനിക്ക് ഭയങ്കര വെപ്രാളമാണ്. പ്രിയ എല്ലാം പേഷ്യൻസ്. ബട്ട് ഐ തിങ്ക് സോ ഐ ഗോട്ട് എ പെർഫെക്റ്റ് ബാലൻസ്. പ്രിയ സേവിങ്സിലേക്കും അല്ലെങ്കിൽ കുറച്ചും കൂടെ മണി കൺട്രോളുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സും കറക്റ്റ് അഡ്വൈസ് തരുന്നതും വളരെ സപ്പോർട്ടീവും, തെറ്റുകളുണ്ടെങ്കിൽ അത് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഫ്രണ്ട്സുമാണ്. സോ എല്ലാം കൂടെ കൊണ്ടും ഐ തിങ്ക് സോ ഐ ആം ഇതുവരെ ടച്ച് വുഡ് കണ്ടന്റ് മാൻ ഇൻ ലൈഫ്. നമുക്ക് കടങ്ങൾ കാണും, ഐ മീൻ ഈ ലോണും EMIയും ഡേ ടു ഡേ സ്ട്രഗിളും ടു മേക്ക് എ ഗുഡ് ലിവിങ്, ഫ്യൂച്ചർ ആങ്സൈറ്റി എല്ലാം ഉണ്ടെങ്കിൽ പോലും വെൻ യു സറൗണ്ടഡ് ബൈ സച്ച് ട്രസ്റ്റ് വർത്തി പീപ്പിൾ ആൻഡ് യു ഹാവ് എ സപ്പോർട്ടീവ് ഫാമിലി, ഐ തിങ്ക് സോ ഓൾമോസ്റ്റ് 80% തിങ്സ് ആർ സോൾവ്. സോ എന്തായാലും ജസ്റ്റ് ഇത് കണ്ടുകൊണ്ട് ഷെയർ ചെയ്യണം എന്നായിരുന്നു. ഇനി ജെഫ്രിനും കൂടെ ഉണ്ട്, പക്ഷെ അത് എഡിറ്റ് ചെയ്യാനൊക്കെ ടൈം എടുക്കും. അത് പിന്നെ ജെഫ്രിനും കൂടെ ഉള്ളപ്പോൾ പറയാമല്ലോ. സോ ഇതായിരുന്നു ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ. ഐ ജസ്റ്റ് തോട്ട് ഇറ്റ് വിൽ ബി എ ഫൺ വ്ളോഗ്. ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ദിസ് വ്ളോഗ്. ഇനിയിപ്പം നമ്മുടെ ജോഗിൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ജോഗിന് ഒരു സ്പെഷ്യൽ ട്രീറ്റ് ഒക്കെ കൊടുക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മുടെ വേദിൻ്റെ ഒക്കെ സമ്മർ വെക്കേഷൻ തുടങ്ങി. ഒരു സമ്മർ വെക്കേഷൻ പൊളിയായിരിക്കും നാളെ നമ്മൾ പോകുന്നത്. സോ ഓവറോൾ ഹാപ്പി ആൻഡ് കണ്ടന്റ് മാൻ ഇൻ ലൈഫ് ഇതുവരെ, ഫ്യൂച്ചർ ഹൂ ഡോസ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. വിഷ് യു എവ്രി വൺ ഒരു ഹാപ്പി ആൻഡ് കണ്ടന്റ് ഫ്യൂച്ചർ. അത് പറയാനുണ്ട്. ബിക്കോസ് if you are lucky and blessed with a good family and good friends, always try to keep them happy. It's a obligation, കാരണം അത് ഭയങ്കര റെയർ ആണ് ഇന്നത്തെ കാലത്ത്. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.